അതിന്റെ പ്രചാരണം നടക്കാൻ എനിക്ക് പേടി വരുന്ന ഹദീസാണിത്. ഇത് ഇന്റർനെറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഇത് വാട്സപ്പിനെ കുറിച്ചായി പറയുന്നത്, ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിനെ കുറിച്ചായി പറയുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയെ കുറിച്ചായി പറയുന്നത്. തിന്മ ചെയ്തിട്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്ന കാലം. യാ അല്ലാഹ്, നേരെ അപ്ലോഡ് ചെയ്യല്ലേ. അതിന്റെ മുമ്പൊരു കാര്യം പറയട്ടെ ചെറുപ്പക്കാരെ, ഈ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതൊക്കെ കാര്യം കുഴപ്പമൊന്നുമില്ല. ഇതിന്മ വല്ലാതെ സമയം ചെലവഴിക്കരുത്. നമ്മൾ ആ പുതുക്കത്തിലാണ്. ഞാൻ വാട്സപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ആവില്ല എന്ന് വിചാരിച്ചിട്ട്. മിനിമം ഇതൊക്കെ വായിച്ചു നോക്കാൻ നേരം ഉണ്ടെങ്കിൽ എത്ര പേജ് ഖുർആനോതാ? ആരെങ്കിലും ടൈപ്പ് ചെയ്ത് വിടുന്നതും അവന് വിടുന്ന വാലും അതിന്റെ വാലിന്റെ വാല്, ഇങ്ങനെ ഇതൊക്കെ വായിക്കാൻ സമയം ഉണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കാം നമുക്ക്? വെറുതെ ഈ ഫേസ്ബുക്ക് തന്നെ പഠിച്ചോനെ, നമ്മളൊക്കെ എന്ത് കിതാബാ പഠിച്ചോനെ എന്ന് വിചാരിക്കും അല്ലെ പഴമക്കാരൊക്കെ. ഇത് വായിച്ചിരിക്കാൻ ഒരു പേജ് ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല. വെള്ളിയാഴ്ച ദിവസം കടന്നു പോയിട്ട് ഒരു അൽഖഫ് ഓതിയിട്ടുണ്ടാവില്ല. അവൻ ഫേസ്ബുക്കിൽ 50 പേജ് വായിച്ചിട്ടുണ്ടാവും അല്ലെ. വാട്സപ്പ് 1000 വരികളാണ് വായിച്ചിട്ടുണ്ടാവും. യാ അല്ലാഹ്, ഇതിനൊക്കെ സമയം ഉണ്ടെങ്കിൽ അന്ന് ചോദിക്കൂലേ, നീ എന്തുകൊണ്ട് എന്റെ കിതാബ് അത് അള്ളാന്റെ ബുക്കാണ്, അള്ളാന്റെ കിതാബാണ്, പരിശുദ്ധ കലാം, അത് തുറന്നു നോക്കാൻ നിനക്ക് സമയം കിട്ടിയില്ലേ? മുഅ്മിനീങ്ങളെ ലിമിറ്റ് ചെയ്യണം. അതാണ് ഇതൊക്കെ തുടക്കത്തിൽ. ഇത് കുറച്ച് ഞാൻ നിർത്തിയിട്ട് ഓടുന്ന എനിക്ക് ഉറപ്പാണ്. ഇത് ഈ തുടക്കമാണ്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ പോകും. ഈ വലിയ ആവേശങ്ങൾക്കൊക്കെ ഒന്നും വലിയ ആയുസ്സുണ്ടാവില്ല, അത് പെട്ടെന്ന് കെട്ടടയുന്ന. അപ്പൊ ഞാൻ അങ്ങനെ സമാധാനിക്കാൻ, ചെറുപ്പക്കാരൊക്കെ വല്ലാണ്ട് കിടന്ന് പെടേണ്ട. എന്ത് ചെയ്യുക? ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അത്യാവശ്യങ്ങൾക്ക് നന്മ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുക. എന്നാൽ അതിനൊക്കെ കൂലിംഗ് കിട്ടും. അതാണ് വെള്ളിയാഴ്ച അദ്കാറു സ്വബാഹി വൽ മസാ, രാവിലെ വൈകുന്നേരം ചൊല്ലേണ്ട ദിക്ർ ഒരുത്തൻ വാട്സപ്പിൽ അങ്ങ് വിട്ടു. അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ ചോറ് കഴിക്കണതാ പോണത്. എടാ ഞാനിവിടെ കല്യാണത്തിന് ഇതാ മട്ടന്റെ കാലടിച്ചു മാറുകയാണ്, ആ ഫോട്ടോ അയച്ചോട്. ഇതൊക്കെ കണ്ടിട്ട് എന്താ അവിടെ കാര്യം അല്ലെ? ഇങ്ങനെ വളരെ ചീപ്പായിട്ട് ഈ ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുക, അത് ചെയ്യരുത്. അതിലൊക്കെ എന്തായിരിക്കണത്? നീ തിന്നോ കുടിച്ചോ എവിടെങ്കിലും നടന്നോ, അത് മറ്റോ കണ്ടിട്ട് എന്തിരിക്കാനാ? എന്തെങ്കിലും ഒരു തസ്ബീഹ്, ഒരു ഖുർആനിന്റെ ആയത്ത്, എന്തെങ്കിലും ഒരു ഇൽമ്, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്ക്. മറ്റേതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ലേ? നമ്മൾ മുസ്ലിമുകൾ അതന്നെ ചെയ്യണോ? തോന്നിവാസങ്ങൾ എല്ലാവരും വിട്ടുകൊടുക്കുന്നുണ്ട്, അതന്നെ നമ്മൾ വിട്ടുകൊടുക്കും. നമുക്കൊരു മാറ്റം വേണ്ടേ? കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ. നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നതന്നെ നമ്മളും ചെയ്യുന്നത്. അങ്ങനെയല്ല. ഇത് ടെക്നോളജി അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതിനെ മിസ്യൂസ് ചെയ്യരുത്, ദുരുപയോഗം ചെയ്ത്. ഇതൊക്കെ ആവശ്യം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർകുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തർകുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുന്നവനാ ശരിയായ മുസ്ലിം. അതാണ് ആവശ്യമില്ലാത്തത്. അത്യാവശ്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ കിടക്കാം. പിന്നെ സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനെ ഇനി പറയുന്നത് വത്തഫാഹുഷു, തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരും. ഒരു ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യഹ്ലക്, നാളെ പരലോകത്ത് നശിക്കാൻ പോകുന്ന ആളുകൾ, പരലോകത്ത് നാളെ നശിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞ് 4 വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞ് അതിൽ ഒരാൾ والرجل يقول الكذبة فتبلغ الآفاق. ഒരു മനുഷ്യൻ അവൻ നേരം പുലർന്നാൽ ഫയക്ദിബുൽ കിദ്ബ, അവൻ ഒരു നുണ പറയും. ആ നുണ തബ്ലുഗുൽ ആഫാഖ്, ലോകത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് ആ നിമിഷം എത്തുകയും ചെയ്യും. അങ്ങനെ നേരം പുലർന്ന നുണ പറയാ, ആ നുണ ലോകത്തിന്റെ ചക്രവാളങ്ങളിലെത്തും. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് അഷ്റഫുൽ ഖൽഖ്? എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തിനെ കുറിച്ചാ? ആധുനികരായ ഉലമാ പറയാ, ഷെയ്ഖ് ഹംസ യൂസുഫ് അവരുടെ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങൾ പറയാ, ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പ്രയോഗമാണിത്. ആയിക്കൂടെ ഒരു നുണ ഇവിടെ ഉണ്ടാക്കി ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു വീഡിയോ, ഒരു ക്ലിപ്പ്, എന്തെങ്കിലും ഒരു വർത്തമാനം, എന്തെങ്കിലും ഒരു ന്യൂസ്, ഹറാമായ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കി അവൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ്സ് ഇറ്റ്സ് റീച്ചിങ് ഹൊറൈസൺസ്. ചക്രവാളങ്ങളിൽ എത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡുകളെ കൊണ്ട് എത്തുന്ന നുണ
എന്താണ് ഈ പറഞ്ഞത്? നിന്റെ അക്കൗണ്ടിലൂടെ നീ ലോഗിൻ ചെയ്ത് നീ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് ദിവസത്തിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ നടന്നു കഴിയാൻ. ഇങ്ങനെ നുണ പറയുന്ന മനുഷ്യൻ നശിക്കുന്ന ആളുകളാണ്. ഹാലികൂൻ, നാളെ നശിക്കാൻ പോകുന്ന ആൾ. എന്തേ പ്രശ്നം? ഇന്ന് നുണ പറഞ്ഞാൽ ഒരു നുണയാവുള്ളൂ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു നുണ, പണ്ട് ഇന്നല്ല. നുണ പറഞ്ഞു, അത് കേട്ടവൻ കേട്ടു എന്നല്ലാതെ ആരറിയുന്നു, പിന്നെ മറന്നാ തീർന്നു. ഇന്നതല്ല, എല്ലാം ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്, ഡിജിറ്റലി സേവ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ കോടിക്കണക്കിന് ആളുകൾ കാണുന്നവർ. അതിന് ലൈക്കോ ഡിസ്ലൈക്കോ അടിക്കട്ടെ, തംസ് അപ്പോ തംസ് ഡൗണോ, ഇതൊന്നുമല്ല വിഷയം. ഇത് എത്ര കാലം അവിടെ കിടക്കുന്നുവോ ഇത് അപ്ലോഡ് ചെയ്തവന്റെ തലയിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ചെയ്ത നുണ ഓരോ സെക്കൻഡിലും ആരൊക്കെ വായിക്കുന്നുവോ, ആരൊക്കെ കേൾക്കുന്നുവോ, ആരൊക്കെ ആസ്വദിക്കുന്നുവോ, ഇവരുടെ കണ്ണിലൂടെ, നാവിലൂടെ, ചെവിയിലൂടെ കിട്ടുന്ന സർവ്വ തിന്മയുടെയും അംശം എത്ര കാലം അവനത് അത് ഡിലീറ്റ് ചെയ്യാതെയോ അത് വിത്ഡ്രോ ചെയ്യാതെയോ അവിടെ സൂക്ഷിച്ചു വെക്കുന്നുവോ അത്രയും സെക്കൻഡ് കോടിക്കണക്കിന് ആളുകൾ കണ്ട തിന്മയുടെ ശിക്ഷ ഇവന്റെ തലയിലേക്ക് വരുമെങ്കിൽ ഇവനല്ലാതെ ആരാ പിന്നെ നാളെ നശിക്കാൻ പോകുന്നത്? ഇത് ഗൗരവമുള്ള വിഷയമാണ്. ചെറുപ്പക്കാരുള്ള സദസ്സാണിത്, അല്ലേ? മൊബൈലുകളിൽ സംവിധാനങ്ങൾ, ടെക്നോളജി സംവിധാനങ്ങൾ ഇല്ലാത്തത് ആർക്കാ? ഇതൊക്കെ ദുരുപയോഗം ചെയ്യാണോ? ദുരുപയോഗം ചെയ്യല്ല. നന്മക്ക് നിലകൊള്ള്, നന്മക്ക് വേണ്ടി നിലകൊള്ളിൻ. പിശാചിന് വേണ്ടി നിലകൊള്ളാൻ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ ആളുകളാണ്, അല്ലേ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാ. തിന്മകൾ പ്രചരിപ്പിക്കല്ല, തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കല്ല. തഫാഹുഷ്, തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം വരെ അന്ത്യനാള് സംഭവിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എത്തിയെന്നായി പറഞ്ഞതിനർത്ഥം ഇങ്ങനെ ലോകത്ത് മനുഷ്യന്റെ മുമ്പിലേക്ക് സോഷ്യൽ മീഡിയകൾ തുറന്നു വെക്കപ്പെട്ടൊരു കാലം ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അത് അത്ഭുതം. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ടെക്നോളജി ബൂം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇന്നാണ് ഈ ഒരു 5-10 കൊല്ലങ്ങൾക്ക് ശേഷം അടുത്തെത്തിയെന്നല്ലേ അതിന്റെ അർത്ഥം? അഷ്റഫുൽ ഖൽഖല്ലേ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ നടക്കും. തിന്മ നടന്ന് മൂടിവെക്കപ്പെട്ട് ആരും അറിയാതെ മായ്ക്കപ്പെടുകയല്ല, അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ വെബ്സൈറ്റുകളിലൂടെ, മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ തിന്മകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കാലം. മനുഷ്യന്റെ ഔറത്തുകൾ, തോന്നിവാസങ്ങൾ, വ്യഭിചാരത്തിന്റെ കഥകൾ, ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ ഈ സമൂഹത്തിൽ എന്ന് പ്രത്യക്ഷപ്പെടുന്നുവോ അന്ന് അന്ത്യനാൾ അടുത്തെത്തിയെന്നറിഞ്ഞോ എന്ന് മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിപ്പിക്കേണ്ടയോ സഹോദരാ ഈ ഹദീസുകൾ? ഗൗരവത്തിൽ ആലോചിക്കേണ്ട നമ്മൾ.